ഈ മനോഹരമായ സമയത്തെ ഓർത്ത് നല്ലവനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് വിശുദ്ധ പത്രോസിന്റെ 2 പ്രസംഗങ്ങളാണ് 2-3 അധ്യായങ്ങൾക്കകത്ത് ഉള്ളത്. ഈ 2 പ്രസംഗങ്ങൾക്കും ആകെയുള്ളത് 3 ഭാഗങ്ങളാണ്. അതിലൊന്ന് ദൈവം ചെയ്തത് എന്താണ്, അത് പത്രോസ് നന്നായി അവരെ പഠിപ്പിച്ചു. എന്താണ് ദൈവം മാനവരാശിക്ക് വേണ്ടി ചെയ്തത്? എന്താണ് ദൈവം യഹൂദ ജനത്തിനു വേണ്ടി ചെയ്തത്? എന്താണ് ദൈവം ജാതികൾക്ക് വേണ്ടി ചെയ്തത്? അത് പത്രോസിന്റെ പ്രസംഗത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. രണ്ടാമത്തെ ഭാഗം ഇതാണ്: നിങ്ങൾ എന്താണ് ചെയ്തത്? ഞാനതിന്ന് തിരിച്ചു പറയാം. നമ്മൾ എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ രക്ഷയ്ക്കും നമ്മുടെ ഉദ്ധാരണത്തിനും നമ്മുടെ വീണ്ടെടുപ്പിനുമായി കടന്നു വന്ന കർത്താവിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു, നമ്മുടെ മനോഭാവം എന്തായിരുന്നു? ഇതാണ് രണ്ടാമത്തെ ഭാഗം. അത് നമുക്ക് 2-ാം അധ്യായത്തിലെ പ്രസംഗത്തിലും 3-ാം അധ്യായത്തിലെ പ്രസംഗത്തിലും പൗലോസ് അത് വ്യക്തമാക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ദൈവം നിങ്ങൾക്ക് കാണിച്ചെന്ന പുരുഷനായ നസ്രായനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ, ദൈവം എന്ത് ചെയ്തു? ദൈവം തന്റെ അനാദി നിർണയപ്രകാരം നമ്മൾക്ക് ബോധിച്ച ഒരു പുരുഷനെ നമ്മൾക്കായിട്ട് കാണിച്ചു തന്നു, വെളിപ്പെടുത്തി തന്നു. എന്നാൽ ദൈവത്തിന്റെ മുന്നറിവിനാലാണ് അവനെ ഏൽപ്പിച്ചത്. എന്നാൽ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പൊ ആ ഭാഗത്ത് 1-ാമത്തെ ഭാഗം ഇതാണ്: എന്താണ് ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്തത്? അവന്റെ ഓമന പുത്രനെ നമ്മൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. നമ്മളത് പറഞ്ഞു. 2-ാം ഭാഗം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. 3-ാമത്തെ വാക്യത്തിൽ അത് കുറെ കൂടി ക്ലിയർ ആണ്. 14-ാമത്തെ വാക്യം: പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കൊലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു, ജീവനായകനായവനെ കൊന്നുകളഞ്ഞു. അതിൽ 13-ാമത്തെ വാക്യത്തിൽ അവസാന ഭാഗത്ത് 1 പീലാത്തോസിന്റെ മുൻപിൽ അവരുടെ മശിഹായെ തള്ളിപ്പറഞ്ഞു, ഒരു കാര്യം. 2 പരിശുദ്ധനും നീതിമാനുമായവനെ അവർ തള്ളിപ്പറഞ്ഞു. 3 കൊലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ച് ജീവദായകനെ കൊന്നുകളഞ്ഞു. ഇങ്ങനെ മശിഹായെ അവർ ദുഷിച്ചു. മശിഹായ്ക്കെതിരെ അവർ സാക്ഷ്യപ്പെടുത്തി. അവരുടെ ഉദ്ധാരകനും അവരുടെ വീണ്ടെടുപ്പുകാരനുമായിട്ട് വന്ന മശിഹായെ അവർ ക്രൂശിച്ചു കൊന്നു. അതാണ് അവർ ചെയ്തത്. ഏതൊരു പ്രസംഗത്തിനും ഈ 3 ഭാഗം അനിവാര്യമാണ്. എന്താണ്? ഏതൊരു പ്രസംഗത്തിനും വേണം: ദൈവം എനിക്ക് വേണ്ടി, നമ്മൾക്ക് വേണ്ടി എന്ത് ചെയ്തു? എന്താണ് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തത്? അത് ഉൾപ്പെടുന്നതാണ് സുവിശേഷ പ്രസംഗം. 2, നമ്മളുടെ പ്രതികരണം എന്തായിരുന്നു? നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? നമ്മൾ ദൈവത്തോടും ദൈവിക നിയമങ്ങളോടും ദൈവിക കൽപ്പനകളോടും കർത്താവായ യേശുക്രിസ്തു നൽകിയ വചനത്തോടുള്ള നമ്മുടെ സമീപനം എന്തായിരുന്നു എന്ന് വരച്ചു കാണിക്കപ്പെടണം പ്രസംഗത്തിൽ. നമ്മൾ പാപികളാണ് എന്ന് പ്രസംഗത്തിൽ ബോധ്യപ്പെടുത്തണമെന്ന് സാരം.
അത് ബോധ്യമാക്കി കൊടുക്കണം. നമ്മൾ പാപികളാണ്. മൂന്നാമത്തെ കാര്യം, നമ്മൾ എന്ത് ചെയ്യണം? ദൈവം ചെയ്യാനുള്ളതെല്ലാം ചെയ്തു എന്നും നമ്മൾ അതിനെ അംഗീകരിക്കാതെ നമ്മൾ ചെയ്യേണ്ടതെല്ലാം നമ്മളും ചെയ്തു എന്നും അതെല്ലാം തെറ്റായിപ്പോയി എന്നും ആ വഴികളെല്ലാം വിശുദ്ധമായിരുന്നില്ല എന്നും. എന്നാൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം? 3 കാര്യങ്ങളാണ് സുവിശേഷ പ്രസംഗത്തിന്റെ ഉള്ളടക്കം. പത്രോസിന്റെ പ്രസംഗം ഒരു മാതൃകാ പ്രസംഗമാണ്, മാതൃകാപരമായ പ്രസംഗമാണ്. നമ്മളെല്ലാവരും മോഡലാക്കേണ്ട ഒരു പ്രസംഗമാണ്. എന്താണ് പത്രോസിന്റെ പ്രസംഗത്തിന്റെ പ്രത്യേകത? പത്രോസിന്റെ പ്രസംഗത്തിൽ ദൈവം എന്താണ് ചെയ്തത് എന്നുണ്ടായിരുന്നു. 2, നമ്മൾ എന്താണ് ചെയ്തത് എന്ന് പത്രോസിന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. 3, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പത്രോസിന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് 3:22 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാം. 3:22 വാക്യം ഇങ്ങനെയാണ്: ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്ന പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ച് തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ അവന്റെ വാക്ക് കേൾക്കണം. ഞാനത് പിന്നീട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോ പ്രിയ ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും അറിഞ്ഞും അറിയാതെയും അവനെ വീണ്ടും വീണ്ടും ക്രൂശിക്കുന്നവരായി തീർന്നു. ഇവനോട് വളരെ കൃത്യമായി പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ചു കൊന്നവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അന്വേഷണ കമ്മീഷന് വെക്കുകയായിരുന്നില്ല, സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിക്കുകയായിരുന്നില്ല. പത്രോസ് വളരെ കൃത്യമായി ആത്മാവിൽ പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന. അവിടെ അവരെന്നോട് എന്ത് ചെയ്യും എന്നുള്ള പേടിച്ചില്ല. നമുക്ക് സുവിശേഷം പറയാനുള്ള ഏക പ്രശ്നം ഇതല്ലേ. പറഞ്ഞാൽ അവനെന്ത് തോന്നും എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അല്ലാതെ പറഞ്ഞാൽ എനിക്കെന്ത് കിട്ടും എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. ഞാൻ പറഞ്ഞാൽ, സുവിശേഷം എങ്ങാനും പറഞ്ഞാൽ അവൻ എന്ത് തോന്നും എന്നുള്ളതാണ് നമ്മുടെ ടെൻഷൻ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സാധിക്കെങ്കിൽ വീഡിയോക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് ഞാൻ മുഖം ഒന്ന് കാണട്ടെ. അവൻ പറഞ്ഞത് വളരെ കൃത്യമല്ലേ ഞാൻ പറഞ്ഞേ? നമ്മുടെ ടെൻഷൻ, നമ്മൾ മറ്റുള്ളവരോട് സുവിശേഷം പറയാത്തതിന്റെ കാരണം എന്നാ? നമ്മൾ പറയുമ്പോ അവർക്ക് എന്നാ തോന്നും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ? ഇപ്പൊ ഞാനായിട്ട് ഇത് പറഞ്ഞ് ഒരു ബന്ധത്തിന് ഒരു കുഴപ്പമുണ്ടായിട്ടല്ല. നമ്മൾ തന്നെ സ്വയമേവ ടെൻഷനിലാവുകയാണ്. അങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ കേട്ടാൽ, ഇങ്ങനെ ചോദിച്ചാൽ, അങ്ങനെ സംഭവിച്ച, ഇതൊന്നും സംഭവിക്കുന്ന കാര്യമല്ല. നിങ്ങൾ പറഞ്ഞു നോക്കിക്കോ. സുവിശേഷത്തിന്റെ പേരിൽ കേരളത്തിന്റെ മണ്ണിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോട് സുവിശേഷം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഞാൻ പലപ്പോഴും മിഷനിൽ പറയാറുണ്ട്, നിങ്ങൾക്ക് നേരെ പറയാൻ ആംബിയർ ഇല്ലെങ്കിൽ, നേരെ പറയാൻ മനക്കരുത്തില്ലെങ്കിൽ, നിങ്ങളൊരു കാര്യം ചെയ്യ്. നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ ജന്മദിനത്തിന്റെ പേര് പറഞ്ഞോ, വിവാഹ വാർഷികത്തിന്റെ പേര് പറഞ്ഞോ, നിങ്ങളുടെ വീട്ടുകാരെ ബന്ധക്കാരെയൊക്കെ വിളിച്ചുകൂട്ട്. ഞാൻ വരാം, ഞാൻ പറയാം. ഈ നിത്യ സുവിശേഷം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാസ്റ്ററെ വിളിക്ക്, അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു സുവിശേഷകനെ വിളിക്ക്. ഈ വൈറ്റ് സിമെന്റ് അടിക്കുന്നവരല്ല വിളിക്കണ്ടേ. കൃത്യമായി പാപത്തെ കുറിച്ച് വ്യക്തമായി ബോധ്യപ്പെടുത്താൻ, സത്യസുവിശേഷം പറയാൻ മനക്കരുത്തുള്ളവരെ വിളിക്കണം. കാലിട്ട് പ്രസംഗിക്കുന്നവരെയല്ല വിളിക്കണ്ടേ. കാലിട്ട് പ്രസംഗിക്കാന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ? കാലിട്ട് പ്രസംഗിക്കാന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് ഇത്രേ പറഞ്ഞോളൂ, ഇനി അടുത്ത കൊല്ലം എന്നെ വിളിക്കുമ്പോൾ ബാക്കി ഞാൻ പറയും. അടുത്ത കൊല്ലം എന്നെ പ്രസംഗിക്കാൻ വിളിക്കേണ്ടതിന് ഈ കൊല്ലം തന്നെ ഞാൻ എന്ത് ചെയ്യും? പ്രിപ്പറേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ 2 തമാശയൊക്കെ പറഞ്ഞ്
എല്ലാവരെയും സന്തോഷിപ്പിച്ച് അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യരുത്. അടുത്ത വർഷം നമ്മൾക്കുള്ളതല്ല, അടുത്ത ദിവസം നമ്മൾക്കുള്ളതല്ല. എൻ്റെ ഒടുക്കത്തെ പ്രസംഗമാണെന്ന് വിചാരിച്ച് വേണം പ്രസംഗിക്കാൻ. ആ വാക്ക് കേൾക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടെങ്കിൽ പോലും ഒടുക്കത്തെ പ്രസംഗമാണ് തന്നെ വിചാരിച്ച് വേണം പ്രസംഗിക്കാൻ. എൻ്റെ കൂടെ പോന്ന ജോർജ് കുട്ടിയോ മറ്റേ അവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കറിയാം, രാജേട്ടനറിയാം, ഞാൻ എല്ലായിടത്തും യാത്ര പറഞ്ഞാ പോന്നെ. കാരണം ഇനി മത്തായി സാറിന് ഇവിടെ ഒരു പ്രസംഗം ഉണ്ടാകുമോ എനിക്കറിയില്ല. ഇനി ഞാൻ ഇവിടെ വന്ന് നിങ്ങളോട് വചനം പ്രസംഗിക്കുമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ യാത്രയിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ ശബ്ദം നിലച്ചു പോകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് നിങ്ങളെക്കുറിച്ച് എൻ്റെ ഹൃദയത്തിൽ വലിയ ആഗ്രഹം, അത്യാഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഈ വണ്ടി എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് പോകുന്നത്. എന്താണ് അത്യാഗ്രഹം? ഞാൻ അവർക്ക് ചുറ്റും വൃത്തം വരച്ചിട്ട് പറഞ്ഞു, ഒരൊറ്റ കുഞ്ഞു പോലും നശിച്ചു പോകാതെ നിത്യത്തിൽ ഒരു നാൾ തന്റെ ഭക്തന്മാരെ വിളിച്ചു കൂട്ടുന്ന കാലത്ത് ഈ ചർച്ചിൽ നിന്നുള്ള മിഷൻ സ്ഥാനപ്പെടുത്തിയ ഒരൊറ്റ വിശ്വാസി പോലും നരകത്തിൽ കിടന്ന് പിടയ്ക്കാൻ ഇടവരരുത്. ആ ഒരു ദാഹം, ആ ഒരു അഭിനിവേശം, അതാണ് നമ്മളെ തിന്നേണ്ടത്. ഇനി അടുത്ത കൊല്ലം വീണ്ടും വരുമ്പോ ബാക്കി പറയാന്നല്ല, പറഞ്ഞു തീർത്തു പോണം. നാളത്തേക്ക് ബാക്കി വെക്കരുത്, നാളത്തേക്ക് നമുക്കുള്ളതല്ല. ആകയാൽ ദൈവമക്കളെ, ഞാൻ വളരെ കൃത്യതയോടെ പറയട്ടെ, പത്രോസിന്റെ പ്രസംഗം കേട്ടു പഠിക്കണം. എന്താണ് പത്രോസിന്റെ പ്രസംഗം? നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ആ യേശു. അവിടെ പത്രോസിന് എവിടുന്ന് കിട്ടിയപ്പോ ഈ ധൈര്യം? യഹൂദന്മാരെ പേടിച്ചും മുറിയടച്ചും മുറിക്കകത്തിരുന്ന് ഏങ്ങനടിച്ച് എൻ്റെ ഇടയനെ വെട്ടി ആടുകൾ ചിതറിപ്പോയി എന്ന് പറയുമാറ് യേശുവിനെ ക്രൂശിച്ചതിന് ശേഷം പത്രോസ് നല്ല വെളിച്ചം കണ്ടിട്ടില്ല. കാരണം പത്രോസിന് പേടിയാണ്, അവനെ തട്ടിക്കളയുമോ എന്നുള്ള പേടി. എല്ലാവരും ഭയചകിതരാണ്, മുറിക്കകത്ത് ഒളിച്ചിരിക്കുകയാണ്. യേശുവിനെ കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾക്ക് മറുപടി പറയാൻ പ്രാപ്തിയില്ല. എന്നാൽ പെന്തക്കോസ്തി നാളിൽ അവരിലേക്ക് പകരപ്പെട്ട പരിശുദ്ധാത്മാവാണ് വചനത്തെ കൃത്യതയോടെ പറയാനുള്ള ബലവും ശക്തിയും അവർക്ക് നൽകിയത്. നമ്മൾക്കതിന് ബലമില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളിലുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടില്ല എന്നതാണ് അതിന്റെ സാരം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ദൈവമക്കളെ, ശക്തരായി തീരുമ്പോൾ നമ്മൾ ബദ്ധരായി തീരുന്നു. നമ്മൾ ബദ്ധരായി തീരുമ്പോൾ നമ്മൾ പ്രബുദ്ധരായി തീരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിവേശിതരായി മാറുകയാണ്. അപ്പൊ പത്രോസിന്റെ പ്രസംഗത്തിലെ രണ്ടാം ഭാഗം മറയില്ലാതെ ജനം ചെയ്തത് എന്താണെന്ന് പച്ചന് പാപത്തിനെതിരെ പ്രസംഗിച്ചു. നമ്മളുടെ പ്രസംഗത്തിലും ഉണ്ടാകണം, നമ്മുടെ പാപത്തെ കുറിച്ച് പറയണം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കാര്യം 5000 പ്രാവശ്യം പ്രസംഗിച്ചിട്ടും മാനസാന്തരത്തിന്റെ സന്ദേശം കൊടുക്കുകയില്ല. ജനത്തെ പന്തിയായിട്ട് ഇരുത്തി 5 അപ്പം ഉണ്ടായിരുന്നു, 2 മീനുണ്ടായിരുന്നു, പിന്നെ അത് കരങ്ങളിലെടുത്തു, വാഴ്ത്തി, നുറുക്കി, 12 കൊട്ട ബാക്കി. ഈ കഥ എത്ര വട്ടം കേട്ടതാ? ഈ കഥ പറച്ചിലല്ല സുവിശേഷം. ഇതിനകത്ത് ദൈവാത്മാവ് അതാത് ദിവസങ്ങളിൽ വന്നുകൂടുന്ന ജനത്തിന്റെ മുൻപിൽ അവർക്ക് അതാത് ദിവസം കൊടുക്കാനുള്ള സന്ദേശം കിട്ടുന്നത് പറയുന്നതാണ് സുവിശേഷ പ്രസംഗം. 5 കൊല്ലം മുമ്പ് എഴുതി വെച്ച ഡയറിയിലെ കുറിപ്പും എടുത്തുകൊണ്ട് വന്ന് 5 കൊല്ലം കഴിഞ്ഞിട്ട് അതേ പല്ലവി ഉരുവിടുന്നതല്ല സുവിശേഷം. അല്ല സുവിശേഷം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോ ഇതിനകത്ത് യാക്കോബച്ചനെ ഞാൻ കണ്ടു. അച്ഛനെ നമുക്കറിയാം, അച്ഛനറിയാം, ഞാൻ പറഞ്ഞ പ്രശ്നമില്ലല്ലോ. വേറെ ഒന്നുമല്ല, പലപ്പോഴും എല്ലാ ആഴ്ചയിലും വായിക്കേണ്ട ഏവൻഗേലിയോൻ ഭാഗമുണ്ട്, വായനാ ഭാഗം. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ കാണാം, 3 വർഷം കൊണ്ട് ഇവർക്ക് ട്രാൻസ്ഫർ ഉണ്ട്.
അതുകൊണ്ടാണ് നമുക്ക് പുതിയത് കിട്ടണേ. അപ്പൊ ഈ 3 വർഷം കൊണ്ട് ട്രാൻസ്ഫർ കിട്ടുമ്പോ ഇത് അടുത്ത സ്ഥലത്ത് കൊടുക്കും. ഈ എഴുതപ്പെട്ടിരിക്കുന്ന പഴയകാലത്തെ ഡയറിയിലെ സന്ദേശമല്ല ഇടവകയിലെ ജനത്തിന് കൊടുക്കേണ്ടത്. അതാത് ഞായറാഴ്ചകളിൽ ജനത്തിന്റെ പാപത്തെ തൊട്ടുണർത്തുന്ന, പാപബോധത്തിനുതരുന്ന ദൈവിക സന്ദേശങ്ങൾ ചോദിച്ചു വാങ്ങിച്ച് കൊടുക്കുമ്പോഴാണ് ഇടവകയിലെ ജനങ്ങൾ മാനസാന്തരപ്പെടുന്നത്. ഇടവകയിലെ ജനങ്ങൾ മാനസാന്തരപ്പെട്ടാൽ അതിന്റെ മുഴുവൻ സുഖവും അനുഭവിക്കുന്നത് വൈദികരാണ് ആദ്യം അനുഭവിക്കണേ, പാസ്റ്റർമാരാണ് ഏറ്റവും ആദ്യം അനുഭവിക്കണേ. കാരണം മനസമാധാനത്തോടെ പള്ളിപ്പാലം. മനസാന്തരപ്പെട്ടില്ലെങ്കിലോ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് അവർ തീരുമാനിക്കും. അങ്ങനെ ദൈവമക്കളെ സത്യസുവിശേഷം കൊടുത്താൽ ദൈവം നമ്മളെ ഉയർത്തും, ജനത്തെ ദൈവം ഉണർത്തും. ഞാൻ പറഞ്ഞ കേട്ടില്ല? ദൈവം നമ്മളെ ഉയർത്തും, ജനത്തെ ദൈവം ഉണർത്തും. സത്യസുവിശേഷത്തിന് 2 ഇമ്പാക്റ്റ് ഉണ്ട്. ഒന്ന്, സത്യസുവിശേഷത്തിൽ കർത്താവ് ഉയർത്തപ്പെടുകയാണ്. സത്യസുവിശേഷം വഴി കർത്താവിനെ ഉയർത്തുമ്പോൾ കർത്താവ് നമ്മളെ ഉയർത്തും. 2, സത്യസുവിശേഷം വഴി നമ്മളെ ദൈവം ഉയർത്തുന്നതോടൊപ്പം നമ്മുടെ വചനം കേട്ട ജനത്തെ ദൈവം ഉണർത്തും. മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞ്. ഇതിനെ ഗുണപ്പെടാത്ത, ഇതിനെ സാധിക്കാത്ത വചനം വെറും മൂർച്ചയില്ലാത്ത മഴുകൊണ്ട് മരത്തോട്ട് മുട്ടുന്ന പോലെ അല്ലാതെ യാതൊരു പ്രയോജനവും ഇല്ല. ഒന്നുകിൽ വെട്ടുന്നവന് മുറിയണം, അല്ലെങ്കിൽ വെട്ടുകൊള്ളുന്ന മരത്തിന് മുറിയണം. മുറിവേൽക്കപ്പെടണമെങ്കിൽ ചെയ്തത് എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെയാണ് ആത്മീയ ഉണർവ് സംഭവിക്കുന്നത്. ജനം ഉണർത്തപ്പെടണം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അതാണ് ആവശ്യം. അപ്പോ പ്രസംഗത്തിന് 3 പാർട്ട്. ഒന്ന്, ദൈവം ചെയ്തത് എന്താണെന്ന് പറയണം. 2, നമ്മൾ ചെയ്തത് എന്താണെന്ന് പറയണം. നമ്മൾ ചെയ്ത എല്ലാ നെഗറ്റീവ് വശങ്ങളും, നമ്മൾ ചെയ്തു പോയ പാപം, നമ്മുടെ ദൈവത്തിന് വിരുദ്ധമായി നമ്മൾ ചെയ്ത പ്രവൃത്തികൾ, വാക്കുകൊണ്ട്, നാവുകൊണ്ട്, ചിന്താമണ്ഡലങ്ങൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ കർത്താവിനെ വേദനിപ്പിച്ചത് എവിടേക്കാണ്? നമുക്കറിയാം, ചില പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് കുത്തുകൊള്ളും. നമ്മുടെ നേരെ വിരൽ ചൂണ്ടുന്ന പോലെ നമുക്ക് തോന്നും. ഇപ്പൊ പറഞ്ഞത് എന്നോടാണെന്ന് തോന്നും. വചനത്തിന് ഇരുമുന വാഴാം. പ്രസംഗിക്കുന്നവനെ കൊട്ടും അത് വെട്ടും. ശരിയാണോ ബിജു? പ്രസംഗിക്കുന്നവനെ കൊട്ടും അത് വെട്ടും, കേൾക്കുന്നവനെ കൊട്ടും അത് വെട്ടും. എന്റെ പ്രസംഗം എന്നെ മാനസാന്തരപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രസംഗ സുവിശേഷത്തിന്റെ ഒരു മൂർച്ചയാണ്. അതിന് ഇരുവാഴ്ത്തലയുണ്ട്. അതിന് നന്നായിട്ട് ആ ശുശ്രൂഷ ചെയ്താലുണ്ടല്ലോ, ഞാൻ ആദ്യം പറഞ്ഞത് കുറിച്ചു വെച്ചോ, കർത്താവ് നമ്മളെ ഉയർത്തും, ജനത്തെ ദൈവം ഉണർത്തും. ഉഴപ്പിയാൽ ഒരു ഗ്യാരണ്ടിയില്ല. ശുശ്രൂഷയിൽ ഒരിക്കലും ഉഴപ്പരുത്. കർത്താവിന്റെ വേല ഒരിക്കലും ഉഴപ്പരുത്. അലമാരിയിൽ പോയി തപ്പിപ്പറക്കി പഴയ നോട്ടും കുത്തിപ്പറക്കിക്കൊണ്ട് പോകരുത്. ആ പരിപാടി നിർത്തണം. ആ പഴയ ഡയറി പറക്കണ പണി നിർത്തണം. എന്നിട്ട് വേദപുസ്തകത്തിൽ നിന്ന് ദൈവത്തോട് ഓരോ ശുശ്രൂഷയ്ക്കും ചോദിച്ച് അതാത് ദിവസത്തേക്കുള്ളത് ചോദിച്ചു വാങ്ങണം. അതിനാണ് ജീവനുള്ളൂ. ദൈവമക്കളെ, ഞാൻ പറയാം, ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ഒരു പ്രസംഗം നടത്തിയോളെങ്കിലും ചത്ത് പ്രസംഗിക്കണം. എനിക്കിനി ഒരു പ്രസംഗം ഇല്ല എന്ന് വിചാരിച്ച് പ്രസംഗിക്കണം. ആർക്കും വേണ്ടി പ്രസംഗിക്കരുത്. ആർക്കും വേണ്ടി പ്രസംഗിക്കരുത്. ആരും ബോധിപ്പിക്കാൻ പ്രസംഗിക്കരുത്. ചെയ്യുന്നത്
കർത്താവിന് വേണ്ടി മാത്രമായിരിക്കണം. ഓ, സാറ് പറഞ്ഞല്ലോ, ഇനിയിപ്പോ അത് ചെയ്തില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞേച്ച് വേണ്ട, ആ പണിക്ക് പോണ്ട. സാറ് പറഞ്ഞല്ലോ, അതൊരു ദൈവ നിയോഗമാണ്, ഞാനത് ഏറ്റെടുക്കുന്നു. ഇതാണ് പ്രതികരണം വേണ്ടത്. അതിനിത് പറയുമ്പോൾ നമുക്ക് മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നും, എന്റെ ദൈവം പറഞ്ഞത് അർത്ഥമായി പോയല്ലോ. നല്ല എക്സ്പ്രഷൻ, സാറേ ഞാനത് ചെയ്യാം, പ്രാർത്ഥിച്ചാൽ മതി. ഇതാണ് അതിന്റെ നല്ല ബെസ്റ്റ് എക്സ്പ്രഷൻ. അത് കർത്താവിന് വേണ്ടിയിട്ട് അതങ്ങ് ചെയ്യുമ്പോഴല്ലോ, ഞാൻ കയറിയിരുന്നാ മതി, നീ പഠിച്ചതൊന്നും പറയണ്ട. ഫ്രീ ഹാൻഡ് ആയിട്ട് കയറുന്നതാണ് ഏറ്റവും ബ്ലസ്സിങ്, ഏറ്റവും ബ്ലസ്സിങ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അതിനകത്ത് 3 കാര്യങ്ങൾ. ഞാൻ ചെയ്തത് എന്താണ്, എൻ്റെ ജീവിതത്തിൽ വന്ന തെറ്റെന്താണ് എന്ന് നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകളുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ അവന് പാപബോധം ഉണ്ടാകുന്നു. പാപബോധം ഉണ്ടാക്കാത്ത പ്രസംഗം ആത്മാക്കളെ ജനിപ്പിക്കാൻ മതിയായതല്ല. ഉണർവ് എന്ന് പറയുന്നത് ഒച്ചപ്പാടും ബഹളവുമല്ല, വൈകാരികമായ തീരുമാനങ്ങളല്ല, ആത്മാവിൽ ഉറച്ച തീരുമാനങ്ങൾ നമ്മുടെ ശുശ്രൂഷയിൽ ഉണ്ടാകണം. ദൈവമകളെ, ആകയാൽ 2ാമത്തെ പോയിന്റ്സ് ഇതാണ്. അവർ ചെയ്തത് എന്താണെന്ന് പത്രോസ് അവരോട് പ്രസംഗിച്ചു. മുഖം നോക്കി, മുഖത്ത് നോക്കി, പ്രമാണിമാരുടെ മുഖത്ത് നോക്കി നന്നായിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തന്ന യേശുവിനെ നിങ്ങൾ ക്രൂശിച്ചു കൊന്നു. മശിഹായാണെന്ന് നിങ്ങൾ അറിയാതെ അതിന് പകരം നിങ്ങൾ ബറബാസിനെ ചോദിച്ചു വാങ്ങി. 2 കള്ളന്മാരെയും നിങ്ങൾ കൈകൊണ്ട് തൊട്ടില്ല, പക്ഷെ നിങ്ങളുടെ മശിഹായെ നിങ്ങൾ കൈവച്ചു, ക്രൂശിച്ചു കൊന്നു. ചിലപ്പോഴൊക്കെ ധ്യാനിക്കുമ്പോ ഓർക്കാറുണ്ടേ, ക്രൂശിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന കള്ളന്മാരുണ്ടല്ലോ, അവരുടെ ശരീരത്തിന് ഒരു ക്ഷതവുമില്ല. അവരുടെ കയ്യിൽ ആണി അടിക്കുകയല്ല ചെയ്ത്, അവരുടെ 2 കൈയും മരത്തോട് ചേർത്ത് കെട്ടുകയായിരുന്നു. അവരുടെ 2 കാലും ചേർത്ത് മരത്തോട് ചേർത്ത് വെച്ച് കെട്ടുകയായിരുന്നു. അവരുടെ ശരീരത്തിൽ ഒരു പൊടി ചോര പുറത്തു വന്നില്ല. എന്നാൽ കള്ളന്മാരും അക്രമികളുമായ 2 പേരുടെയും നടുവിൽ കിടക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ ഇനി മുറിവേൽക്കാൻ ഇടമുണ്ടായിരുന്നില്ല. അവർ കീറി മുറിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അങ്ങനെ അവർ ചെയ്തത്. നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് അതിലേക്ക് വരാം. എന്താണ് സുവിശേഷം കേൾക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്? അത് ഒരു കാര്യം നമ്മൾ പറഞ്ഞു, അവന്റെ വാക്ക് കേൾക്കണം. 3:19 വാക്യം നമുക്ക് നോക്കാം. 19ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നേ, സകല പ്രവാചകന്മാർ മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ടു തിരിഞ്ഞുകൊള്ളുവീൻ. എന്നാൽ കർത്താവിന്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ അവൻ അയക്കുകയും ചെയ്യും. അപ്പോ നിങ്ങൾ കേട്ടോളൂ, എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത്, 1, നമ്മൾ കേൾക്കണം. 2, നമ്മൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു വരണം. പത്രോസ് അവരോട് വളരെ കൃത്യമായി വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്ന വചനത്തിനനുസരിച്ച് മാനസാന്തരപ്പെട്ട് ഈ വചനം വിശ്വസിച്ച് സ്നാനപ്പെട്ട് രക്ഷാനിർണയം പ്രാപിച്ച് കർത്താവിന്റെ ശരീരമെന്ന സഭയോട് ചേരണം. അങ്ങനെ അവിടെ പറയുന്നു, രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ദിനം പ്രതി. അത് വായിക്കുമ്പോൾ നമുക്ക് അസൂയ തോന്നും. ഓരോ ദിവസവും സഭയിലേക്ക് ചേരാൻ ആളുകൾ ഇഷ്ടം പോലെ. പ്രൈസ് ദി ലോർഡ്.
ഇപ്പൊ എന്നാ ചെയ്യണമെന്നറിയാമോ? ഓരോ ദിവസവും സഭയിൽ നിന്ന് ആൾക്കാർ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സഭയിൽ നിന്ന് ആരും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചുറ്റും മതിൽ കെട്ടി താക്കോലിട്ട് പൂട്ടി താക്കോൽ അര കെട്ടി തൂക്കിയിട്ടേക്കുക. ആരും ഇവിടുന്ന് പോകരുത്. അന്ന് അങ്ങനെയല്ല. നാൾ തോറും സഭയിൽ ആത്മാക്കളെ ചേർത്ത് കൊണ്ടിരുന്നു. വചനം കേൾക്കണം, മാനസാന്തരപ്പെടണം, സ്നാനപ്പെടണം, സഭയോട് ചേരണം. ഇത് 1-ാം നൂറ്റാണ്ടിൽ വചനമോ പുതിയ നിയമമോ സ്നാനമോ മാനസാന്തരമോ അല്ലെങ്കിൽ പ്രത്യാശയോ സുവിശേഷമോ ഒന്നും കേൾക്കാതിരുന്ന ഒരു ലോകത്തിന്റെ മുൻപിൽ പത്രോസ് ഉറക്കെ വിളിച്ചു പറഞ്ഞതാണ്. വളരെ വ്യക്തമായി അവരോട് സംസാരിച്ചു. വളരെ കൃത്യമായി പത്രോസ് അവരോട് സംസാരിച്ചു. നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന കാര്യമാണ്, ഇന്ന കാര്യം നിങ്ങൾ പ്രവർത്തിച്ചേ മതിയാവൂ. ആ കാര്യത്തിൽ പത്രോസ് പ്രസംഗിച്ചത് അതുപോലെ അവർ കേട്ടു. അവരെന്ത് ചെയ്തു? വചനം കേട്ടവരെല്ലാം പത്രോസിന്റെ അടുക്കൽ വന്നു. മാനസാന്തരപ്പെട്ടവരെല്ലാം പത്രോസിന്റെ അടുക്കൽ വന്നു. പത്രോസിന്റെ അടുക്കൽ വന്നവരെല്ലാം സ്നാനമേറ്റു. സ്നാനത്താൽ എല്ലാവരും സഭയോട് ചേർന്നു. അങ്ങനെ അവരെല്ലാം കർത്താവിന്റെ ശരീരമെന്ന സഭയുടെ ഭാഗമായി തീർന്നു. അവർ ചെയ്യുന്ന 4 കാര്യങ്ങളുണ്ട്, ഞാനത് പിന്നാലെ പറയാം. അപ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത്? അത് പത്രോസ് തന്റെ പ്രസംഗത്തിൽ പഠിപ്പിച്ചു. നമ്മൾ ചെയ്തതെന്ത്? അത് പത്രോസ് തന്റെ പ്രസംഗത്തിൽ പഠിപ്പിച്ചു. ദൈവം എന്ത് ചെയ്തു? അതും പത്രോസ് തന്റെ പ്രസംഗത്തിൽ പഠിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇതെല്ലാം നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് നാം തിരിച്ചു വെക്കുമ്പോൾ, നേരെ ഇതിനെ തലതിരിച്ച് നമ്മളിലേക്ക് തിരിച്ചു വെക്കുമ്പോൾ, നമ്മൾ നമ്മളെ തന്നെ സ്വയം പരിശോധിക്കേണ്ടിയിരിക്കും. നമ്മൾക്ക് കേൾക്കാത്തതിന്റെ യാതൊരു കുറവുമില്ല. നമ്മൾ യഹൂദന്മാരല്ല. നമ്മൾ യഹൂദന്മാരല്ലല്ലോ. നമ്മൾ യേശു ക്രിസ്തുവിന്റെ വൈരികളല്ല. വൈരികളായിരുന്നെങ്കിൽ പണ്ടേ ഗുണപ്പെട്ടു പോയേനെ. ഒന്നുകിൽ എതിർക്കണം, അല്ലെങ്കിൽ അംഗീകരിക്കണം. സത്യസുവിശേഷം നമ്മുടെ ഹൃദയത്തിനകത്ത് വരുമ്പോൾ, അത് നമ്മുടെ ജീവിതത്തോട് കൃത്യമായി സംസാരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ചില പാപങ്ങളോട് സന്ധിയില്ലാത്ത വേർപാടിന് വേണ്ടി നമ്മൾ തയ്യാറാകും. ഇപ്പോ നമുക്ക് തോന്നുമായിരിക്കും, ഈ 2.5 ഇഞ്ച് നീളമുള്ള, 2.5 ഇഞ്ച് നീളമുണ്ടോ ഒരു കുറ്റിബീഡി അല്ല, ഒരു ബീഡിക്ക് 2.5 ഇഞ്ച് നീളമുണ്ടോ? ഇല്ല, 2 ഇഞ്ച് നീളം കാണും. ഈ 2 ഇഞ്ച് ബീഡി പതിവായി വലിക്കുന്ന ഒരാള് സുവിശേഷം കേട്ടിട്ട് 2 ഇഞ്ച് ബീഡി ഞാൻ ഇനി വലിക്കില്ല എന്ന് പറഞ്ഞു നോക്കുമ്പോ കാണാം ഈ 2 ഇഞ്ചിന്റെ ശൗര്യം. കാര്യം നീട്ടം ഇത്രയേ ഉള്ളൂങ്കിലുണ്ടല്ലോ, ഈ പുള്ളി നമ്മളെ ഇട്ട് കറക്കും. ഇവൻ നമ്മളെ ചുറ്റിക്കും. വലിക്കേണ്ട സമയമാകുമ്പോഴേക്ക് ഇത് പുള്ളി അനങ്ങാൻ തുടങ്ങും. ഒരു പാപത്തിന്റെ മീതെ നമ്മളൊരു തീരുമാനമെടുത്താൽ, അപ്പോൾ അറിയാം അതിന്റെ ശൗര്യം എത്ര വലുതാണെന്ന്, അത് എത്രമാത്രം ആഴത്തിലുള്ളതാണെന്ന് അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. യേശുവിന്റെ വചനം കേട്ട് നാൾക്ക് നാൾ സഹോദരിമാര് വീടിന്റെ മുറ്റം അടിക്കുന്നത് പോലെ എന്നും വചനം കേട്ട് എന്നും ക്ലിയർ ചെയ്ത് പൊക്കോളണം. ഒന്നും കൂട്ടി വെച്ചേക്കരുത്. കൂട്ടി വെക്കരുത്. നാൾതോറും ക്ലിയർ ചെയ്ത് പോകണം. അതിന് വചനത്തിന് മാത്രമേ പവറുള്ളൂ. അതുകൊണ്ട് വചനം കേൾക്കണം. പത്രോസ് പറഞ്ഞതാ, നിങ്ങൾ ഇത് കേൾക്കണം, നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ രക്ഷിക്കപ്പെടണം, നിങ്ങൾ കർത്താവിനോട് ചേരണം. ഈ 4 കാര്യങ്ങൾ
വളരെ കൃത്യമായി പത്രോസ് അവരെ പഠിപ്പിക്കുകയായിരുന്നു. അപ്പൊ ദൈവമക്കളെ നമ്മൾ ഓർക്കണം, നമ്മളുടെ പ്രസംഗം വ്യർത്ഥമാകാതിരിക്കാൻ 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊള്ളണം. ചെറിയൊരു പ്രബോധനമാണെങ്കിൽ പോലും ക്രൂശില്ലാത്ത പ്രസംഗം വ്യർത്ഥമാണ്. പാപബോധം കൊടുക്കാൻ പറ്റുന്ന, പാപത്തെക്കുറിച്ച് വകതിരിവ് കൊടുക്കാത്ത പ്രസംഗം വ്യർത്ഥമാണ്. സമർപ്പണമില്ലാത്ത, സമർപ്പണത്തിലേക്ക് നയിക്കാത്ത പ്രസംഗവും വ്യർത്ഥമാണ്. ഏത് ശുശ്രൂഷയുടെ അവസാനം ആത്മാക്കൾക്ക് സ്വയം തന്നെ സമർപ്പിക്കാൻ ഒരു അവസരം കൊടുക്കണം. സ്വന്തം തീരുമാനമെടുക്കാൻ അവസരം കൊടുക്കണം. ജീവിതത്തിന്റെ കുറവുകൾ മനസ്സിലാക്കി ഏറ്റുപറയാനായിട്ട് അവസരം കൊടുക്കണം. അങ്ങനെ ഒരു പ്രസംഗം പര്യവസാനിപ്പിക്കണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പഠനം നമുക്ക് വേദപുസ്തകത്തിന്റെ പഠനം മാത്രമല്ല, അത് പരിശുദ്ധാത്മാവിന്റെ സുവിശേഷമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ സുവിശേഷമാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളുടെ സമാഹാരമാണത്. 4 സുവിശേഷങ്ങളുടെ പ്രാക്ടിക്കലാണ് 5ാമത്തെ സുവിശേഷമായ അപ്പോസ്തല പ്രവൃത്തികളിലുള്ളത്. 4 തിയറി, 1 പ്രാക്ടിക്കൽ. 4 പുസ്തകം തിയറി, 1 പുസ്തകം മുഴുവൻ അതിന്റെ പ്രാക്ടിക്കലാണ്. തിയറിയും പ്രാക്ടിക്കലും പഠിക്കണം. തിയറിയുടെയും പ്രാക്ടിക്കലിന്റെയും ഇംപ്ലിമെന്റേഷനാണ് ലേഖനങ്ങളെല്ലാം. തിയറിയും പഠിച്ചു, പ്രാക്ടിക്കലും പഠിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? പിന്നെ നമ്മളത് പ്രാക്ടിക്കലാക്കണം. ആ പ്രാക്ടിക്കലാക്കാനുള്ളതാണ് ലേഖനങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഞാനിങ്ങനെ പറഞ്ഞ് ആ ഭാഗം അങ്ങ് വിടട്ടെ. നമുക്ക് 21-ാം വാക്യത്തിലേക്ക് വരാം. 2-ന്റെ 17-ാമത്തെ വാക്യം. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. 17-ാമത്തെ വാക്യം. യെശയ്യാവ് 44-ന്റെ 3-ാം വാക്യം. പിന്നെ യെഹെസ്കേൽ 36-ന്റെ 27-ാമത്തെ വാക്യം. സഖരിയാവ് 12-ന്റെ 10-ാമത്തെ വാക്യം. യോവേൽ 2-ന്റെ 28 മുതൽ 32 വരെയുള്ള വാക്യം. അതിൽ നമുക്ക് ഒരു വാക്യം നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ന്റെ 3-ാമത്തെ വാക്യം. ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിമേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും. വരണ്ട നിലത്ത് നീരൊഴുക്കുകളെ പകരും. അപ്പോസ്തലനായ പത്രോസ് ഇത് വിളിച്ചു പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ നീരൊഴുക്കിനെ സംബന്ധിച്ചാണ്. പരിശുദ്ധാത്മാവാകുന്ന നീരൊഴുക്ക് ശൂന്യതയിൽ, മരുഭൂമിയിൽ അവൻ തന്റെ ആത്മാവിനെ പകരും. യോഗ്യതയില്ലാത്തിടത്ത് അവൻ അത് പകരുന്നു. സകല ജഡത്തിന്റെ മേലും അവൻ ആത്മാവിനെ പകരുന്നു. സർവജാതിയുടെ മേലും അവൻ ആത്മാവിനെ പകരുന്നു. യഥാർത്ഥത്തിൽ പ്രവാചകന്മാരിലൂടെ രേഖപ്പെടുത്തപ്പെട്ട പ്രവചനത്തിന്റെ യഥാർത്ഥ നിറവേറൽ എന്ന് പറയുന്നത് സഹസ്രാബ്ദ വാഴ്ചയിലാണ്. നമ്മൾ അതിനെക്കുറിച്ച് എസ്കറ്റോളജിയിൽ പഠിച്ചതാണ്. സഹസ്രാബ്ദ വാഴ്ചയിൽ സകല ജഡത്തിന്റെ മേലും അവൻ തന്റെ ആത്മാവിനെ പകരും. അതാണ് അതിന്റെ യഥാർത്ഥമായ നിറവേറൽ. അവിടെയാണ് നമ്മൾ കാണുന്നത്. ആ നിറവേറലിന് മുൻപ് കാലാകാലങ്ങളിൽ അവന്റെ സന്നിധിയിൽ ഇരുന്നു കൊടുക്കും ഈ ആത്മാക്കളുടെ മേൽ അവനത് പകരും. വരണ്ട നിലത്ത് അവൻ നീരൊഴുക്കിനെ പകരും. തരിശ് നിലങ്ങളിൽ അവൻ തന്റെ ശക്തിയെ പകരും. ഞാൻ ഈ ശുശ്രൂഷ പര്യവസാനിപ്പിക്കുമ്പോൾ 47 ഡിവൈസിന്റെ മുൻപിലായിട്ട് ആത്മാവിൽ ദരിദ്രരായവരെല്ലാം ഭാഗ്യവാന്മാരാണ്. ആത്മാവിൽ നിറയണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാണ്. ഇത് ഒരു ദിവസത്തെ കാര്യമല്ല, മരണം വരെയും. പുതിയ ആത്മാവിനെയല്ല, പകരപ്പെട്ട ആത്മാവിന് നമ്മൾ വിധേയമാകുന്നതാണ് ആത്മനിറവ്. യഥാർത്ഥത്തിൽ ആത്മാവിനെ അനുസരിക്കുന്നതാണ് ആത്മനിറവ്. ആത്മാവിന്റെ ഫലങ്ങളെ പ്രകടമാക്കുന്നതാണ് ആത്മനിറവ്. ആത്മാവിന്റെ വരദാനങ്ങളെ ഉപയോഗിക്കുന്നതാണ് ആത്മനിറവ്.
പാപബോധം കൊണ്ട് ദൈവസന്നിധിയിൽ വിനയപ്പെടുന്നതാണ് ആത്മനിറവ്. നാൾതോറും പുതുക്കപ്പെടുവാൻ, ആത്മാവിന്റെ ആലോചനയെ അനുസരിച്ച് ജീവിപ്പാൻ നമ്മൾ നമ്മളെ തന്നെ അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്. അതും അങ്ങനെ തന്നെയാണ്. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. 1 കൊരിന്ത്യലേഖനം 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാം, അവരും പ്രവചിക്കും. ആത്മാവ് പകരപ്പെടുന്നവർ ആത്മാവിനെ പ്രാപിക്കുമ്പോൾ വരദാനങ്ങൾക്കനുസരിച്ച് അവരും പ്രവർത്തിക്കാൻ തുടങ്ങും. 19-ാമത്തെ വാക്യം, ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ അടയാളങ്ങളെ കാണിച്ചു തരും. കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പ് സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. ഏതാണ് ഈ സംഭവം? മഹാപീഡന കാലമാണ്. ഏതാണ് കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാളേതാണ്? സഹസ്രാബ്ദ വാഴ്ചയാണ്. കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പ്, കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പ്, കർത്താവിന്റെ ഭൂമിയിലേക്കുള്ള ആഗമനത്തിന് മുൻപ്, അതല്ലെങ്കിൽ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുമ്പ് സൂര്യൻ ഇരുളാകും, ചന്ദ്രൻ രക്തമയമാകും. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 21-ന്റെ 25-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 21-ാം വാക്യം നിങ്ങൾ നോക്കൂ. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവനേവനും രക്ഷിക്കപ്പെടുമെന്ന് അരുളി ചെയ്യുന്നു. അപ്പോ കേൾക്കണം, വിളിച്ചപേക്ഷിക്കണം. നമ്മൾ എന്തു ചെയ്യണം? നമ്മൾ അവന്റെ വചനം കേൾക്കണം. 2, നമ്മൾ വിളിച്ചപേക്ഷിക്കണം. നമ്മൾ എന്തു ചെയ്യണം? നമ്മൾ കേൾക്കണം, വിളിച്ചപേക്ഷിക്കണം. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവവചനം കേൾക്കണം. ദൈവമക്കളെ, ദൈവവചനം കേൾക്കണം. കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്തായിരുന്നു? നീ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ഞങ്ങൾ ഞങ്ങളിലേക്ക് നോക്കി ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഇനി നിനക്കൊന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാനില്ല. കർത്താവേ, നിനക്ക് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനായിട്ടില്ല. നീ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു, എല്ലാം. ഇനി ഞങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് നിന്റെ വചനം കേൾക്കണം, നിന്നെ വിളിച്ചപേക്ഷിക്കണം, അങ്ങയെ വിളിച്ചപേക്ഷിക്കണം. കർത്താവെ, നീ ഞങ്ങളെ അതിനായിട്ട് ഒരുക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവന്റെ പൊന്നുകരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം.